ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 26, 27 തിരുവചനങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ അവൻ അവളെ സ്വഭാവനത്തിൽ സ്വീകരിച്ചു. മനുഷ്യമക്കളോടുള്ള ദൈവത്തിന്റെ സ്നേഹം വ്യക്തമാക്കാൻ ഒരമ്മയുടെ സ്നേഹത്തോടാണ് പിതാവായ ദൈവം തന്നെ താരതമ്യപ്പെടുത്തുന്നത്. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം 5-ാം തിരുവചനത്തിലാണ് നാം ഇങ്ങനെ വായിക്കുന്നത്. അമ്മയേക്കാൾ വലിയ ദൈവമുണ്ടോ? അതിൽ വലിയ കോവിലുണ്ടോ എന്ന് വയലാറിന്റെ വരികൾ നമുക്ക് ഓർക്കാം. ഈ വലിയ സ്നേഹത്തിന്റെ കരവലയത്തിലേക്കാണ് പരിശുദ്ധ അമ്മ നമ്മെ ചേർത്ത് പിടിക്കുന്നത്. യേശുവിന്റെ ജനനം മുതൽ കാൽവരി വരെ നിറസാന്നിധ്യമായി ഈ അമ്മയുടെ സ്നേഹം തന്റെ മകനെ പിന്തുടരുന്നുണ്ട്. കാൽവരിയിലെ കുരിശിൻ ചുവട്ടിൽ ഈ മകന്റെ വേദനകളെ നോക്കി നിൽക്കുമ്പോൾ അമ്മയുടെ കണ്ണുകളിൽ ആ സ്നേഹത്തിന്റെ വലിപ്പം നമുക്ക് കാണാം. ഈ അമ്മയെയാണ്, ഈ സ്നേഹത്തെയാണ് ഈശോ കാൽവരിയിൽ വെച്ച് നമുക്ക് തരുന്നത്. അതിനാൽ പരിശുദ്ധ അമ്മയെ നമുക്ക് പൂർണ്ണമായും ആശ്രയിക്കാം. തന്റെ മകനെ ലോക വീണ്ടെടുപ്പിനായി വിട്ടുകൊടുത്തും വ്യാകുലതകൾ സഹിച്ചും അവൾ തന്റെ ആധ്യാത്മിക മാതൃത്വം ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെ അവളുടെ മക്കളായ നമുക്ക് അവളിൽ പൂർണ്ണമായി ശരണപ്പെടുകയും അവളിലേക്ക് നമ്മുടെ എല്ലാ യാചനകളും സമർപ്പിക്കുകയും ചെയ്യാം. അതിനായി പരിശുദ്ധ അമ്മയെ നമുക്ക് നമ്മുടെ സ്വന്തം ഭവനങ്ങളിൽ സ്വീകരിക്കുകയും നമ്മുടെ ജീവിത വഴിത്താരയിൽ വഴിവിളക്കായി അവളെ അംഗീകരിക്കുകയും അമ്മയുടെ കാപ്പയിൻ കീഴിൽ അഭയം പ്രാപിക്കുകയും ചെയ്യാം. മാതൃസ്നേഹം അവർണ്ണനീയമാണ്, അനശ്വരമാണ്. അത് ദൈവത്തോളം വിശാലമാണ്. അമ്മ സ്നേഹത്തിന്റെ പ്രതീകമാണ്, ദൈവത്തിന്റെ കരുണയുടെ മുഖമാണ്. അമ്മയുടെ സ്നേഹം ത്യാഗപൂർണവും ആഴമേറിയതുമാണ്. ജീവിതത്തിന്റെ ഭാരപ്പെട്ട നിമിഷങ്ങളിൽ കാരുണ്യത്തിന്റെ സ്പർശം നൽകാൻ കഴിയുന്നവളാണ് അമ്മ. കുരിശിന്റെ കീഴിൽ സഹനത്തിന്റെ എതിർതീയിൽ കുതറിമാറാതെ തന്റെ പുത്രന്റെ മനസ്സിനെ തൊട്ടറിഞ്ഞ പോരാളിയാണ് പരിശുദ്ധ അമ്മ. നമുക്കും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ, കടന്നു വരുന്ന ജീവിതാനുഭവങ്ങളിൽ കൃപാഭിഷേകത്തോടെ കാണാനും സമചിത്തതയോടെ സമീപിക്കാനും പരിശുദ്ധ അമ്മ നമ്മെ പരിശീലിപ്പിക്കും. കരുണയും കരുതലും വിശുദ്ധിയും വിവേകവും നിറഞ്ഞ കരങ്ങളിലേക്കാണ് ഈശോ നമ്മെ ഭരമേൽപ്പിച്ചത്. കാനായിലെ കല്യാണ വിരുന്നിൽ അവരുടെ കുറവുകൾ കണ്ടറിഞ്ഞ പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെ കണ്ടറിഞ്ഞ് അവയെ നിറമുള്ളതും നിറവുള്ളതും നനവുള്ളതുമാക്കി തീർക്കും. ഇതാ നിന്റെ അമ്മ. കാൽവരിയിലെ കുരിശിൽ സഹനത്തിന്റെ വേളയിൽ സ്നേഹത്തിന്റെ പാരമ്യത്തിൽ ഈശോ ഹൃദയത്തിൽ തൊട്ട് പറഞ്ഞ വാക്കുകളാണിവ. നമുക്കും ഇത് ഹൃദയത്തിൽ ഏറ്റുപറയാം. ഇതാ എൻ്റെ അമ്മ. ഈ അമ്മയോടൊപ്പം നമുക്കും നടക്കാം. നിന്റെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകാൻ, വിശുദ്ധിയുടെ വിഹായസിൽ പറന്നുയരാൻ, സുഹൃത ജീവിതത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കട്ടെ. ഏവർക്കും നന്മയുടെ ഒരു ദിനം ആശംസിക്കുന്നു.